നമ്മളെല്ലാവരും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കേൾക്കുന്ന ചില കോമൺ വാക്കുകളാണ് മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ട്സ്, പിന്നെ ETFs. കുറേ പേർ ചോദിക്കാറുണ്ട്, ഇതെല്ലാം സെയിം ആണോ, ഏതാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നൊക്കെ. ഇന്ന് നമ്മളിത് വളരെ സിമ്പിളായി, ബിഗിനർ ഫ്രണ്ട്ലി ആയി മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഒരു കാര്യം, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഞാൻ ആരോടും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ആദ്യം ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുവെന്ന് കരുതുക. കുറച്ച് പൈസ ഓരോ ആൾക്കാരുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്നു. ആ മുഴുവൻ പൈസ വെച്ച് ടൂർ നടത്തുന്നു. ഇതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. കുറേ പേരുടെ കയ്യിൽ നിന്ന് പൈസ കുറച്ചു വാങ്ങി അത് ഷെയർ മാർക്കറ്റ്, ബോണ്ട്സ്, ഗോൾഡ് ഒക്കെ പോലെ ഡിഫറെന്റ് പ്ലേസസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് ഇൻഡെക്സ് ഫണ്ട് എന്താണെന്ന് നോക്കാം. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50, സെൻസെക്സ് പോലെയുള്ള ഒരു ഇൻഡെക്സിനെ സിംപ്ലി കോപ്പി ചെയ്യുന്ന ഫണ്ട്. എക്സാമ്പിൾ, നിഫ്റ്റി 50ൽ ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനീസ് ഉണ്ട്. ഇൻഡെക്സ് ഫണ്ട് വാങ്ങിയാൽ നിങ്ങളുടെ പൈസ ആ 50 കമ്പനികളിൽ ഓട്ടോമാറ്റിക്കായി ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇവിടെ ഒരു ഫണ്ട് മാനേജർ മാർക്കറ്റ് ഗെസ് ചെയ്യുന്നില്ല, ഇൻഡെക്സ് ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് ഫീസ് അല്ലെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവ്, റിസ്ക് പ്രഡിക്റ്റബിൾ ആണ്, ലോങ് ടേമിന് നല്ലത്. ബിഗിനേഴ്സിന് ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് പലരും പറയുന്നത്. അടുത്തതാണ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ്. ഇവിടെ ഒരു ക്ലാരിറ്റി പറയാം. ഇൻഡെക്സ് ഫണ്ട് തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് എന്നാൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇതിലൊരു എക്സ്പേർട്ട് ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. അവരുടെ ജോബ് ഏത് ഷെയർ വാങ്ങണം, എപ്പോൾ വിൽക്കണം, മാർക്കറ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ എക്സ്പേർട്ട് ഉള്ളതുകൊണ്ട് ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. ഓൾവേസ് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യണമെന്നില്ല. ഇൻഡെക്സ് ഫണ്ടിനേക്കാൾ റിസ്ക് കുറച്ച് കൂടുതലാണ്, പക്ഷേ ഹയർ റിട്ടേൺ കിട്ടാനുള്ള ചാൻസുമുണ്ട്. ഇനി മൂന്നാമത്തേത് ETFs, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഇതും ഇൻഡെക്സ് ഫണ്ട് പോലെ കുറേ കമ്പനികളുടെ ഷെയർസിൽ പൈസ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഷെയർസ് പോലെ ലൈവായി ബൈ സെൽ ചെയ്യാൻ പറ്റും. ETF വാങ്ങാൻ ഡിമാറ്റ് അക്കൗണ്ട് വേണം, ഷെയർസ് പോലെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട്. ഫീസ് വളരെ കുറവാണ്, പക്ഷേ ബിഗിനേഴ്സിന് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലത്? ബിഗിനർ പ്ലസ് ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സ്, SIP വഴി സേഫസ്റ്റ് ഓപ്ഷൻ. ഇനി SIP എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇനി എക്സ്പേർട്ടിന്റെ ഡിസിഷൻസിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് നോക്കാം. മാർക്കറ്റിൽ ലൈവ് ട്രേഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ETFs സ്യൂട്ടബിൾ ആണ്. ഇതിൽ റോങ് ഓപ്ഷൻ ഇല്ല, നിങ്ങളുടെ നോളജിനും കംഫർട്ടിനും അനുസരിച്ച് തിരഞ്ഞെടുക്കണം. ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഫിനാൻസ് കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.